SNDP യോഗം ഇടുക്കി യൂണിയന്റെ 1335 നമ്പർ വാഴ്ത്തോപ്പ് ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾക്ക് രാജ്യം പരമോന്നത ബഹുമതിയായ പത്മഭൂഷൺ നൽകി ആദരിച്ച സന്തോഷം പങ്കുവെക്കുവാൻ ഒത്തുചേർന്നിരിക്കുകയാണ്. വാഴ്ത്തോപ്പ് ശാഖാ പ്രസിഡന്റ് ശ്രീ പ്രകാശ് പാമ്പ്രൽ അവറുകളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടുക്കി SNDP യൂണിയൻ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ സുരേഷ് കോട്ടയ്ക്കകത്ത് അവറുകൾ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് 10-ലധികം ശാഖകളിൽ ഇത്തരം പൊതുയോഗങ്ങൾ നടക്കുകയും ഉപേക്ഷിച്ച് രാപകലില്ലാതെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രസംഗിക്കുവാനും അദ്ദേഹം കാണിക്കുന്ന തന്റെ ഇടം അർഹതപ്പെട്ടയാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അത്രമാത്രം ആ തരത്തിലേക്ക് സമുദായത്തെ കൊണ്ടെത്തിച്ചു. ഇടുക്കി SNDP യൂണിയന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പി രാജൻ അവറുകൾ മുഖ്യ പ്രഭാഷണം നടത്തി. 1903 ജനുവരി മാസം 7-ാം തീയതി അരുവിപ്പുറത്ത് മഹാഗുരുവിന്റെ തൃക്കൈകളാൽ തുടക്കം കുറിച്ച കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പ്രസ്ഥാനമാണ് SNDP യോഗം. ഈ പ്രസ്ഥാനത്തിനെ മാതൃകയാക്കിക്കൊണ്ടാണ് കേരളത്തിലെ മറ്റ് സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ എല്ലാം തുടക്കം. അന്നു മുതൽ ഇന്നുവരെ സമൂഹത്തിൽ എന്ത് പരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും SNDP യോഗത്തിന് അതിൽ മുഖ്യ പങ്കുണ്ട്. 2000 കാലയളവിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെ നേതൃത്വത്തിൽ SNDP യോഗം കുടുംബ യൂണിറ്റുകൾ ശക്തി പ്രാപിക്കുന്നു. ഇന്നേക്ക് ഏതാണ്ട് 27 വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷം കൊണ്ട് മറ്റൊരു പരിവർത്തനമാണ് കേരള സമൂഹത്തിൽ നടക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ ഉച്ചകോടിയിൽ നിന്ന് സ്ത്രീ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി 2004 ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന മനുഷ്യസ്നേഹിയായ ഗുരുഭക്തൻ പട്ടിണി പാവങ്ങളായ സഹോദരിമാർക്കായി മൈക്രോ ഫൈനാൻസ് എന്ന സാമ്പത്തിക സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു. ധനലക്ഷ്മി ബാങ്കാണ് അന്ന് 100 കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ എന്ന അതുല്യ പ്രതിഭയെ കണ്ടുകൊണ്ട് ഞങ്ങൾ സഹോദരിമാർക്ക് നൽകിയത്. പിന്നീട് SNDP യോഗം എന്ന സാമുദായിക സംഘടനയുടെ വളർച്ച സമൂഹത്തിന് മാതൃകയായി. പല സഹോദര സമുദായങ്ങളും മാതൃകയാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്തിനേറെ പറയുന്നു, ഇന്ന് 50 ലക്ഷത്തിലേറെ ആളുകൾ പ്രവർത്തിക്കുന്ന, സ്ത്രീകൾ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ പോലും ലോണുകൾ നൽകാൻ തുടങ്ങിയത് SNDP യോഗം നൽകിയ ലോണുകളുടെ തിരിച്ചടവുകൾ കണ്ടുകൊണ്ടാണ്. ഈ സാമൂഹിക മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത്.